ദീർഘകാലമായി പ്രവാസിയായിരുന്ന നൗഫൽ ദുരന്ത സമയത്തും മസ്കറ്റിലായിരുന്നു. ഭാര്യയും മക്കളും മാതാപിതാക്കളും അടക്കം 11 ഉറ്റ ബന്ധുക്കളെയാണ് നൗഫലിന് ദുരന്തത്തിൽ നഷ്ടമായത്. മനസ്സിൽ മറ്റൊരു ഉരുൾപൊട്ടലുമായി നൗഫൽ നിന്നു. മേപ്പാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ഉമ്മയുടെ ഫോട്ടോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ ശേഷം ഉമ്മയ്ക്കൊപ്പം 11 പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നൗഫലിന്റെ ദുഃഖം അക്ഷരങ്ങൾ കൊണ്ട് വിവരിക്കാനാകില്ല. അതിജീവനത്തിന്റെ പാതയിൽ നൗഫലിനെ ചേർത്ത് നിർത്താൻ മസ്കറ്റ് KMCC മുന്നോട്ട് വരികയായിരുന്നു. മേപ്പാടി പൂത്തക്കൊല്ലിയിൽ നൗഫൽ തന്നെ കണ്ടെത്തിയ സ്ഥലത്ത് 6 മാസം കൊണ്ട് 1200 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചത്. ആ ദുരന്ത സമയത്ത് അവിടുന്ന് മസ്കത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വന്തം ഉപ്പയും ഉമ്മയും മക്കളും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ടതാണ്. അത് മസ്കത്ത് പ്രവാസി കൂടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക പെർമിഷനോടുകൂടി നൗഫലിന് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തതാണ്. നൗഫൽ കാണിച്ചു തന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മാണം തുടങ്ങി. ഇത്രയും പെട്ടെന്ന് സുരക്ഷിതമായ വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് നൗഫൽ. വളരെയധികം സന്തോഷമാണ്. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ആകുന്നതിന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. എന്നെ കൂട്ടിപ്പിടിച്ച് മസ്കറ്റ് KMCC, ബാക്കി നല്ലവരായ ആളുകൾ, ഞാൻ ഇതുവരെ കാണാത്ത ആളുകൾ വരെ വന്ന് എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ തോളോട് തോൾ ചേർത്ത് എന്നെ നിർത്തി, എന്നെ ഒപ്പം കൂട്ടി. ആ ഒരു ഇതിലാണ് ഞാൻ നീങ്ങിയതും ഞാൻ ഇതിലെത്താൻ കാരണം അത് തന്നെയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നൗഫൽ ജൂലൈ 30 എന്ന പേരിൽ മേപ്പാടിയിൽ ബേക്കറി നടത്തുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.